പ്രൈസ് ദി ലോർഡ്. സിയോന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ബൈബിളിൽ നിന്നും തിരഞ്ഞെടുത്ത ചില പൊതു ചോദ്യങ്ങളാണ് നമുക്ക് വേണ്ടി ചോദ്യം തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ മേരിക്കുട്ടി, ജയ്പൂർ. ആദ്യത്തെ ചോദ്യം: ക്രൂശിന്റെ വചനം രക്ഷിക്കപ്പെടുന്നവർക്ക് എന്താകുന്നു എന്നാണ് പൗലോസ് പഠിപ്പിക്കുന്നത്? ഉത്തരം: ദൈവശക്തി. 1 കൊരിന്ത്യർ 1:18 അടുത്ത ചോദ്യം: ഗിദെയോൻ യഹോവയ്ക്ക് യാഗപീഠം പണിത സ്ഥലത്തിൻ്റെ പേരെന്താണ്? ഉത്തരം: ഒഫ്ര. ന്യായാധിപന്മാരുടെ പുസ്തകം 6:24 അടുത്ത ചോദ്യം: നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് എങ്ങനെ ഇരിക്കണമെന്നാണ് യേശു പഠിപ്പിക്കുന്നത്? ഉത്തരം: ഐക്യത്തിൽ തികഞ്ഞവർ. യോഹന്നാന്റെ സുവിശേഷം 17:23 അടുത്ത ചോദ്യം: 300 പേരുടെ നേരെ കുന്തമോങ്ങി അവരെ ഒരു സമയത്ത് കൊന്നുകളഞ്ഞ വീരൻ ആരാണ്? ഉത്തരം: യാശോബയാം. 1 ദിനവൃത്താന്തം 11:11 അടുത്ത ചോദ്യം: ആത്മാവിനാൽ ഭൂമിയുടെയും ആകാശത്തിൻ്റെയും മധ്യേ ഉയർത്തപ്പെട്ട പ്രവാചകൻ ആരാണ്? ഉത്തരം: യെഹെസ്കേൽ. യെഹെസ്കേലിൻ്റെ പ്രവചനം 8:3 അടുത്ത ചോദ്യം: വേനൽക്കാലത്ത് ഹിമവും കൊയ്ത്തുകാലത്ത് മഴയും എന്നതുപോലെ പൊരുത്തമല്ലാത്തത് ആർക്കാണ്, എന്താണ്? ഉത്തരം: പൊരുത്തമല്ലാത്തത് ഭോഷന്, ബഹുമാനം. സദൃശ്യവാക്യം 26:1 അടുത്ത ചോദ്യം: സകല യെരൂശലേമ്യരെയും അടിമകളാക്കി കൊണ്ടുപോയ രാജാവ് ആരാണ്, എവിടേക്കാണ് കൊണ്ടുപോയത്? ഉത്തരം: നെബൂഖദ്നേസർ രാജാവാണ് ബാബേലിലേക്കാണ് കൊണ്ടുപോയത്. 2 രാജാക്കന്മാർ 24:14-15 അടുത്ത ചോദ്യം: നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് സകലവിധ കൗശലപ്പണിയും ചെയ്യുവാൻ ദിവ്യാത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും നിറയപ്പെട്ട വ്യക്തി ആരായിരുന്നു? ഉത്തരം: ഒഹോലിയാവ്. പുറപ്പാട് പുസ്തകം 35:34-35 അടുത്ത ചോദ്യം: മോശ അഹരോനെയും പുത്രന്മാരെയും അഭിഷേകം ചെയ്യുവാൻ എന്ത് ധരിച്ചു? പതക്കത്തിൽ വെച്ചത് എന്താണ്? ഉത്തരം: ഏഫോദ് ധരിച്ചു. പതക്കത്തിൽ ഊറീമും തുമ്മീമും വെച്ചു. ലേവ്യ പുസ്തകം 8:8 അടുത്ത ചോദ്യം: നഗരത്തിലെ വെള്ളം ശുദ്ധമാകാൻ എലീശ പ്രവാചകൻ ഉപയോഗിച്ച വസ്തു ഏതാണ്? ഉത്തരം: ഉപ്പ്. 2 രാജാക്കന്മാർ 2:21 അടുത്ത ചോദ്യം: ദാര്യാവേശ് രാജാവിൻ്റെ കൽപ്പന പ്രകാരം പരിശോധന കഴിച്ച് ചുരുൾ കണ്ടുകിട്ടിയത് എവിടെ നിന്നാണ്? ഉത്തരം: അഫ്മേധ രാജധാനിയിൽ നിന്ന്. എസ്രയുടെ പുസ്തകം 6:1-2 അടുത്ത ചോദ്യം: വലിയവരും ചെറിയവരുമായ സകല ജനത്തിനും വിരുന്ന് കഴിച്ച രാജാവ് ആരാണ്? എത്ര ദിവസമാണ് വിരുന്ന് കഴിച്ചത്? ഉത്തരം: അഹശ്വേരോശ് രാജാവ് 7 ദിവസമാണ് വിരുന്ന് കഴിച്ചത്. എസ്തറിന്റെ പുസ്തകം 1:5 അടുത്ത ചോദ്യം: ബാബേലിലെ വിദ്വാൻമാരെ നശിപ്പിക്കാൻ നെബൂഖദ്നേസർ രാജാവ് നിയോഗിച്ച വ്യക്തി ആരാണ്? ഉത്തരം: അർയോക്ക്. ദാനിയേലിന്റെ പ്രവചനം 2:24
അടുത്ത ചോദ്യം, പൗലോസ് കേഫാവിനോട് എതിർത്തത് എവിടെ വെച്ചാണ്? ഉത്തരം അന്ത്യോക്യയിൽ വെച്ച്. ഗലാത്യ ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യം. അടുത്ത ചോദ്യം, അഗാധദൂതന് വിശുദ്ധ യോഹന്നാൻ വെളിപ്പാടിൽ നൽകിയിരുന്ന പേരെന്ത്? ഏതൊക്കെ ഭാഷയിലാണ്? ഉത്തരം പേര് അബ്ദോൻ, അപ്പൊല്ലുവൻ, എബ്രായ, യവന ഭാഷകളിൽ. വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം 11-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, യഹൂദ ദേശത്തിലേക്ക് ഓടിപ്പോയി അവിടെ പ്രവചിച്ച് അഹോവൃത്തി കഴിച്ചുകൊള്ളുക എന്ന് ആരോടാണ് പറഞ്ഞത്? ഉത്തരം അമസ്യാവ് ആമോസ് പ്രവാചകനോട്. ആമോസിന്റെ പ്രവചനം 7-ാം അധ്യായം 12-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, മിസ്രയീമിനെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? ഉത്തരം ഇരുമ്പുലയോട്. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 20-ാം വാക്യം. 1 രാജാക്കന്മാർ 8-ാം അധ്യായം 51-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ബാലാക്ക് ബിലയാമിനെ എതിരേറ്റ് ചെന്നത് എവിടെയാണ്? ഉത്തരം ഈർമോബാബിൽ. സംഖ്യാപുസ്തകം 22-ാം അധ്യായം 36-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ഉത്തമഗീതത്തിലെ കഥാനായികയുടെ നിറം ഏതാണ്? ഉത്തരം കറുപ്പ്. ഉത്തമഗീതം 1-ാം അധ്യായം 5-6 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, സഹോദരന്മാരിൽ ഒരാൾ ഒഴികെയുള്ള 70 പേരെയും ഒരു കല്ലിന്മേൽ വെച്ച് കൊന്ന വ്യക്തി ആരാണ്? ഉത്തരം അബീമേലെക്ക്. ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായം 5-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, അവൻ എൻ്റെ ഇടയനെന്നും എൻ്റെ ഹിതമൊക്കെയും നിവർത്തിക്കുമെന്നും യെരൂശലേം പണിയപ്പെടും, മന്ദിരത്തിന് അടിസ്ഥാനമിടുമെന്ന് യഹോവ ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു? ഉത്തരം കോരേശിനെ കുറിച്ച്. യെശയ്യാവിൻ്റെ പ്രവചനം 44-ാം അധ്യായം 28-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ആരെയാണ് സർവ്വത അസത്യവാദികളും ദുഷ്ടജന്തുക്കളും പെരുവയറന്മാരുമെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്? ഉത്തരം ക്രേത്തർ. തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യം. അടുത്ത ചോദ്യം, കള്ളനോ കൊലപാതകനോ ദുഷ്പ്രവർത്തിക്കാരനോ ആയി കഷ്ടം സഹിക്കുന്നവൻ ലജ്ജിക്കുന്നു. ആരാണ് ലജ്ജിക്കാത്തത്? ഉത്തരം ക്രിസ്ത്യാനി. 1 പത്രോസ് 4-ാം അധ്യായം 16-ാം വാക്യം. അടുത്ത ചോദ്യം, പൗലോസ് പുതപ്പും പുസ്തകങ്ങളും ചർമ്മലിഖിതങ്ങളും മറന്നേച്ചു പോന്നത് ആരുടെ പക്കലായിരുന്നു? എവിടെ വെച്ചാണ്? ഉത്തരം കർപ്പോസിന്റെ വീട്ടിൽ ത്രോവാസിൽ വെച്ച്. 2 തിമോത്തിയോസ് 4-ാം അധ്യായം 13-ാം വാക്യം. അടുത്ത ചോദ്യം, യിരെമ്യാ പ്രവാചകനെ അടിക്കുകയും ആമത്തിലിടുകയും ചെയ്ത പുരോഹിതൻ ആരാണ്? ഉത്തരം പശൂർ പുരോഹിതൻ. യിരെമ്യാവിൻ്റെ പ്രവചനം 20-ാം അധ്യായം 2-ാം വാക്യം. ഇതുവരെയും വീഡിയോ കണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.